ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷന്റെ 2 മാസത്തെ തുകയായ 3200 രൂപയുടെ വിതരണം ഉണ്ടാകും. ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഇതിന്റെ നിർണായക ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. 2 ഗഡുക്കളും ഒരുമിച്ചാണോ അതോ വെവ്വേറെ ആയിട്ടാണോ വിതരണം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കുന്നതേയുള്ളൂ. ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ മാത്രമായിരിക്കും ആനുകൂല്യം എത്തുന്നത്. അതല്ല, ഓരോ ഗഡു വീതമാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഈ ആഴ്ച തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിംഗിന്റെ അവസാന തീയതി സെപ്റ്റംബർ 30 വരെ നീട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവസാന തീയതിക്ക് മുമ്പായി തന്നെ എല്ലാവരും മസ്റ്റർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തുടർന്നങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. 17 ഗഡുക്കളിലൂടെ 34,000 രൂപയാണ് ഇതുവരെ PM കിസാൻ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി 18ാം ഗഡുവാണ് വിതരണം ചെയ്യുവാനുള്ളത്. ഓഗസ്റ്റ് മാസം മുതൽ 18ാം ഗഡുവിന്റെ വിതരണ കാലാവധിയും ആരംഭിച്ചു. PM കിസാൻ 2000 രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിനു മുമ്പുള്ള ഗഡുക്കൾ മുടങ്ങിയവർ ലാൻഡ് സീഡിംഗ് ഒന്നുകൂടി ചെയ്യണം. അതായത് ഈ വർഷത്തെ 2024-25 വർഷത്തെ ഭൂനികുതി റസീത് ഒന്നുകൂടി എയിംസ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് റീവെരിഫിക്കേഷൻ ചെയ്യണം. അത്തരത്തിൽ തുക മുടങ്ങിയവർ മാത്രം ചെയ്താൽ മതി. നിലവിൽ തുക മുടങ്ങാതെ ലഭിക്കുന്നവർ ഇത് ചെയ്യേണ്ടതില്ല. എന്നാൽ തുക മുടങ്ങിയവർ ഇത് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മാസം അവസാനമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ 18ാം ഗഡു വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.